ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ ശിക്ഷാവിധി 21-ന്. കേസിൽ വാദം പൂർത്തിയായി. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്നും വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. വന്ദന നേരിട്ട ക്രൂരതകൾ കോടതിയിൽ വിവരിക്കുമ്പോൾ വന്ദനയുടെ അച്ഛനും അമ്മയും പൊട്ടിക്കരയുകയായിരുന്നു. മനഃപൂർവ്വം നടത്തിയ കൊലപാതകമല്ല എന്നാണ് സന്ദീപിന്റെ അഭിഭാഷകന്റെ വാദം. ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ബാലിശമായ കാരണങ്ങൾ മാത്രമെന്നാണ് പ്രതിയുടേതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. എ വി ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, ഇന്ന് വിധി പ്രതീക്ഷിച്ചതാണ്, പക്ഷേ 21-ലേക്ക് വിധി മാറ്റിയിരിക്കുന്നു. വാദം ഇന്ന് പൂർത്തിയാകുമ്പോൾ ഇന്ന് കോടതിയിൽ നടന്നത് എന്താണ് ജയശങ്കർ? കേസിൽ പ്രതി സന്ദീപിനെ നേരത്തെ തന്നെ കോടതി ശിക്ഷിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് ഏതൊക്കെ വകുപ്പുകൾ പ്രകാരം ഇയാളെ ശിക്ഷിക്കാമെന്ന കാര്യത്തിലാണ് ഇന്ന് വാദം നടന്നത്. ഈ കോടതിയിൽ സന്ദീപ് പ്രായശ്ചിത്തം ചെയ്യാൻ അവസരം നൽകുമോ എന്ന് കോടതിയോട് ചോദിച്ചു. തനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അതിനാൽ കുറഞ്ഞ ശിക്ഷ നൽകണം, പ്രായശ്ചിത്തം എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പ്രതി കോടതിയിൽ പറയുകയുണ്ടായി. അമ്മയെ കാണാൻ അവസരം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ പ്രോസിക്യൂഷൻ സന്ദീപിന്റെ വാദങ്ങൾ ബാലിശമാണ് എന്നൊരു വാദമാണ് ഉന്നയിച്ചത്. പ്രതിക്ക് ഒരു തരത്തിലുള്ള പശ്ചാത്തലവുമില്ല, ക്രൂരമായാണ് വന്ദനയെ കൊലപ്പെടുത്തിയത്. അലറി വിളിച്ചു പുറത്തേക്കോടിയ പെൺകുട്ടിയെ പിന്തുടർന്നെത്തി ശരീരത്തിൽ പിടിച്ച് ചേർത്താണ് ഇയാൾ ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒരു പശ്ചാത്തലവും ഇയാൾ അർഹിക്കുന്നില്ല. 23 കുത്തുകളാണ് ഈ പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്നെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അതുകൊണ്ട് തന്നെ ഇത് അപൂർവ കേസായി പരിഗണിച്ച് പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നൊരു ആവശ്യമാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. ഒപ്പം തന്നെ ഈ പ്രതി ദൈവത്തിന് തുല്യനായ ഒരാൾ, അല്ലെങ്കിൽ മാതാപിതാ ഗുരു ദൈവം എന്നാണ്. പക്ഷേ അധ്യാപകനായ പ്രതി ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല. അതിന് ചേർന്നൊരു പ്രവൃത്തിയല്ല നടത്തിയത്. 24 വയസ്സുകാരിയെ കൊന്നത് സമൂഹത്തിന് ഒട്ടും മാതൃകയല്ലാത്ത ക്രൂരമായ സംഭവമാണ്. അതുകൊണ്ട് തന്നെ വധശിക്ഷ എന്ന ആവശ്യത്തിലേക്ക് പ്രോസിക്യൂഷൻ എത്തി. പക്ഷേ പ്രതിഭാഗം ഇതിനെ ശക്തമായി എതിർത്തു. ഇത് അപൂർവമായൊരു കേസല്ല, ഈ വധശിക്ഷ നൽകേണ്ട കാര്യവുമില്ല. പിന്നെ പിടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തി എന്നത് ഒരു അപൂർവമായ ഒരു കേസായി പരിഗണിക്കേണ്ട കാര്യമല്ല എന്നാണ് കോടതിയിൽ പ്രതിഭാഗം വാദിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ശിക്ഷ 21-ാം തീയതി ഈ ശിക്ഷ സംബന്ധിച്ച കാര്യത്തിൽ കോടതി ഒരു വിധി പറയുമെന്നാണ് മനസ്സിലാക്കുന്നത്. 21-ാം തീയതി അവധിയാണെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇതിൽ ശിക്ഷ സംബന്ധിച്ച വാദം നിലവിൽ കൊല്ലം കോടതിയിൽ പൂർത്തിയായിട്ടുണ്ട്. ശരി, എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.